കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. ശരിയാണ്, ഒന്നും അവസാനിച്ചിട്ടില്ല. ദൃശ്യം 3 കൺഫേം ആയിട്ടുണ്ട്. കുറച്ച് ദിവസമായി അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു പോയിന്റ് കിട്ടി. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾ കൂടി ഒന്ന് കേട്ടു നോക്ക്. ജോർജ് കുട്ടി സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പുള്ളി പോലും മറന്നുപോയ ഒരാളുണ്ട്. ദൃശ്യം 3 പുള്ളി തിരിച്ചു വന്നാലോ? യെസ്, ആ ഒരു കാര്യമാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മിസ് ചെയ്ത ഒരാളുണ്ട്, സഹദേവൻ. സെക്കൻഡ് പാർട്ടിൽ പുള്ളിയെക്കുറിച്ച് അങ്ങനെ പറയുന്ന പോലുമില്ല. മേ ബി സഹദേവൻ ഈ ഒരു സമയങ്ങളിൽ ജോർജ് കുട്ടിയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലോ? കാരണം പുള്ളിയുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഭാഗത്താണ് ന്യായം. കാരണം സഹദേവൻ അന്ന് കണ്ടത് ജോർജ് കുട്ടിയെ തന്നെയാണ്. പുള്ളി ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത് അന്ന് ആ കൊച്ചുകുട്ടിയെ തല്ലിയതാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ പുള്ളിയുടെ കാര്യം ഭയങ്കര പ്രശ്നത്തിലായി, സസ്പെൻഷനായി. പോരാത്തതിന് നാട്ടുകാരുടെ അടിയും ഇടിയും എല്ലാം കിട്ടി. ഈ ഒരു കേസിൻ്റെ പേരിൽ പുള്ളിയുടെ ജീവിതം തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൃശ്യം 3 പുള്ളി തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. ചുമ്മാ അങ്ങ് വന്നാലും പോരല്ലോ, കൃത്യമായ തെളിവ് വേണം. അതായിട്ട് വേണം വരാനും. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പായിരിക്കും പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജോർജ് കുട്ടി എന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ദൃശ്യം 3 മെയിൻ തീം. പിന്നെ തേർഡ് പാർട്ടിൽ സഹദേവൻ വരാൻ ചാൻസ് എന്ന് പറഞ്ഞതിന് വേറൊരു കാര്യം കൂടെയുണ്ട്. ദൃശ്യം 2 നമ്മുടെ ജോർജ് കുട്ടിയുടെ വക്കീൽ പറയുന്നുണ്ട് ഇവർ ഹൈക്കോർട്ട് ഈ ഒരു കേസിന് വേണ്ടി ഹർജി കൊടുക്കാൻ പോവുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ പിന്നെ പോലീസുകാർക്ക് ഇവരെ തൊടാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ മുരളിഗോപിയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താമെന്ന്. മുരളിഗോപിയുടെ ക്യാരക്ടർ പറഞ്ഞ പോലെ അവരിത് അന്വേഷിക്കുന്നത് നിർത്തുവാണെങ്കിൽ ഇത് അന്വേഷിക്കാനുള്ള ഒരു ആവശ്യം പിന്നെ ഉള്ളത് സഹദേവന് മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് തേർഡ് പാർട്ട് മേ ബി സഹദേവന്റെ തിരിച്ചുവരവ് ആയിരിക്കുമെന്ന്. എന്തായിരിക്കും സഹദേവൻ കണ്ടുപിടിച്ചത്? എനിക്കൊരു ഡൗട്ട് വന്നത് അത് സായികുമാറിന്റെ ക്യാരക്ടറാണല്ലോ ഈ ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നത്. അതിലൂടെയാണ് ഇവരെല്ലാ കാര്യങ്ങളും അറിയുന്നത്. മേ ബി ആ ഒരു ക്യാരക്ടറിന്റെ വരവെല്ലാം ജോർജ് കുട്ടിയുടെ പ്ലാനിങ് ആണെങ്കിലോ? കാരണം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് ആ ഒരു സെക്യൂരിറ്റിയെ പരിചയപ്പെടുന്നതും എല്ലാം ഈ ഒരു ക്യാരക്ടർ പറഞ്ഞ അറിവേ നമുക്കുള്ളൂ. ഇതൊന്നും പോലീസ് അന്വേഷിച്ച് നോക്കിയിട്ടില്ല. ഒരു പക്ഷേ സഹദേവൻ അതൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടെങ്കിൽ സഹദേവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല. എനിക്ക് തോന്നിയൊരു സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇരുന്ന് D2ന്റെ ക്ലൈമാക്സിലെ ലൂപ്പ് ഹോൾസ് ഒക്കെ കണ്ടുപിടിക്കണം. എനിക്ക് ഡൗട്ടുള്ളത് ജോസിന്റെ കാര്യത്തിലാണ്. ജോസ് പറഞ്ഞിട്ടാണ് ആ ഒരു പയ്യന്റെ ബോഡി പോലീസ് സ്റ്റേഷനിലാണെന്നുള്ളത് പോലീസുകാർ അറിയുന്നത്. മേ ബി അതും ഒരു പക്ഷേ ജോസിനെ കൊണ്ട് ജോർജ് കുട്ടി പറയിപ്പിങ്ങതായിക്കോട്ടെ. കാരണം ഒന്നുകൂടെ ഈ ഒരു കേസ് കുത്തിപ്പൊങ്ങിയാൽ മാത്രമേ ഇവർക്ക് ഒന്നുകൂടെ സ്ട്രോങ് ആയി ഹൈക്കോടതിയെ സമീപിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഹൈക്കോടതിയുടെ അനുകൂല വിധി കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല. അതിനുവേണ്ടി ജോർജ് കുട്ടി പ്ലാൻ ചെയ്തായിരിക്കട്ടെ ഇതെല്ലാം. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.